നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേറ്റ നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഏവർക്കും STVയുടെ തിരുവോണാശംസകൾ. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്രയാണ് ഓണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നത് ഓണമാണെന്നും മന്ത്രി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മന്ത്രി KA തുളസി. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മികച്ച ഗുണമേന്മയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനായി എന്നും മന്ത്രി. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേറ്റ നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഏവർക്കും STVയുടെ ഓണാശംസകൾ. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്രയാണ് ഓണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾ പരസ്പരം കോർത്തുപിടിക്കുന്നത് ഓണമാണെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നതാണ് ഓണത്തിന്റെ സന്ദേശം. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണപ്പൊലിമയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചിങ്ങമെന്ന് കർഷക ദിനമായി ആചരിക്കുന്നത് മുതൽ കാർഷിക സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും നാളുകളിലേക്കാണ് മലയാളി കടക്കുന്നത്. കേരളത്തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത നാടൻ കലാരൂപങ്ങളെ ഇത്തരം ആഘോഷങ്ങൾ വഴി സജീവമായി നിലനിർത്തുവാനും പുതുതലമുറയ്ക്ക് മുൻപിൽ എത്തിക്കാനും ഇത്തരം പരിപാടികൾ മുഖേന സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിദ്വേഷം പകർത്താനും അതുപോലെ തന്നെ മനുഷ്യരിൽ സ്വാർത്ഥതയൊക്കെ കൂടുതൽ കുടിക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഓണത്തിന്റെ സന്ദേശം ഇതിനൊക്കെ എതിരെ നമ്മുടെ ഒരു മാനവിക ഐക്യം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒന്നാണ്. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, DTPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് പഞ്ചവാദ്യത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് കന്യാർകളി, പൊറാട്ടുകളി, സിനിമാ താരം കൃഷ്ണപ്രഭയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തപരിപാടി എന്നിവ അരങ്ങേറി. ഓഗസ്റ്റ് 28 വരെ രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പുറകെ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓണാഘോഷം നടക്കുന്നത്. ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ രാപ്പാടി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 ദേവാശ്രയം ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ, 6 രാമൻ സ്മാരക തിറാപൂതൻ കളി സംഘം അവതരിപ്പിക്കുന്ന തിറയും പൂതനും, 6:30 വിപിൻ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത്, രാത്രി 7:30 SS മ്യൂസിക് ബാൻഡ് പാലക്കാട് അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ വൈകിട്ട് 6 അനിൽ ഏകലവ്യ ആലുവ അവതരിപ്പിക്കുന്ന ഗസൽ, രാത്രി 8 മിന്ത്യ ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് എന്നിവ നടക്കും. ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിൽ വൈകിട്ട് 5 സപ്തസ്വരം ഓർക്കസ്ട്രയുടെ മെലോഡിയസ് ഇറ്റ്സ്, 6:30 സിനിമാ പിന്നണി ഗായകൻ പ്രണവും ശശിയും സംഘവും അവതരിപ്പിക്കുന്ന നാട്ടു ഈണങ്ങൾ എന്നിവ അരങ്ങേറും. പോത്തുണ്ടി ഉദ്യാനത്തിൽ വൈകിട്ട് 4:30 വിബിൻസ് നാട്യാലയുടെ നാട്യധുനി, 5:30 സാരംഗ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മികച്ച ഗുണമേന്മയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാപ്പാടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റവും നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യമായി തന്നെ നടപ്പാക്കിയതായി വിശിഷ്ടാതിഥിയായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി പറഞ്ഞു. സിവിൽ സപ്ലൈസ്, സഹകരണം, കൃഷി തുടങ്ങിയ വകുപ്പുകൾ സംയോജിതമായി ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിലും മികച്ച ഗുണമേന്മയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിൽ എല്ലാവരും, പൊതുജനങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണത്തെ ആഘോഷിക്കുന്നുണ്ട്. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു.
വി.കെ. ശ്രീകണ്ഠൻ എം.പി, DTPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി മണ്ണൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത് ഏകദേശം 116 രാജ്യത്ത് മലയാളികളുണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്നു. അല്ലേ? ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരു LDSന്റെ കോളേജിലാണ്. LDS കോളേജിലെ കുട്ടികൾ വളരെ ഗംഭീരമായി നാടൻ പാട്ടും അതുപോലെ തന്നെ ശിങ്കാരി പാട്ടോടൊപ്പം തുള്ളി കളിക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, എല്ലാ വിഭാഗം ജനങ്ങളും, കേരളത്തിലെ ജനങ്ങൾ, അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ കേരളത്തിലെ ദേശീയ ഉത്സവം എന്നുള്ള എനിക്ക് ഓണം ആഘോഷിക്കുന്നു. വൈസ് പ്രസിഡന്റ് K. ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ SJN നജീബ്, മെഡിക്കൽ ഓഫീസർ ലസിത, ബ്ലോക്ക് അംഗം MK മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൂർജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കൃപേഷ് കുമാർ, സൗമ്യ, ഹുസൈൻ ഷഫീഖ്, നസീമ റിയാസ്, ജീവകാരുണ്യ പ്രവർത്തകൻ അശോകൻ കുന്നത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് രജിത നന്ദിയും പറഞ്ഞു. 130 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി കീഴത്തൂർ ഹിദായുത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് കുഞ്ഞു മുഹമ്മദ് ആരിമി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹല്ലത്തിൽ, നമ്മുടെ മദ്രസയുടെ കീഴിൽ ഇത്തരത്തിലൊരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ്. അതോടൊപ്പം അവരോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളും കൂടെയാണ്. അവരോടൊപ്പം നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ കൈത്താങ്ങായി പ്രവർത്തിക്കുമ്പോൾ സുന്ദരമായ ഒരു മഹല്ലിന്റെ ചുറ്റുപിടി നമുക്ക് സാധിക്കും. മഹല്ല് പ്രസിഡന്റ് KM യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. KM മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും ട്രഷറർ KM അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആനുമോദിച്ചു. അഷ്റഫ് ദാരമി പ്രാർത്ഥന നടത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൃഷിഭൂമി പരിവർത്തനത്തിനായി കമ്പിവേലി കെട്ടിയതോടെ ദുരിതത്തിലായി അയൽ കർഷകർ. വഴി നഷ്ടപ്പെട്ട കർഷകർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായില്ല. അരിഞ്ഞപ്പാടം കൽപ്പാത്തി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കൃഷിവരമ്പിൽ കമ്പിവേലി കെട്ടി അയൽ കർഷകരുടെ വഴിയടച്ചത്. ഏലപ്പള്ളി 1 വില്ലേജിലെ നെയ്തല പാടശേഖര സഭയിൽപ്പെട്ട വടക്കോട് പ്രദേശത്ത് 3 ഏക്കർ കൃഷിഭൂമിയുടെ വരമ്പിൽ കമ്പിവേലി കെട്ടിയതിനെതിരെ കൃഷി ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും അയൽ കർഷകർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കൃഷി ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കമ്പിവേലി കെട്ടിയത്. ഇതോടെ അയൽ കർഷകർക്ക് വാളയാർ ജലസേചന പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതാകുകയും കൊയ്ത്ത് യന്ത്രവും ട്രാക്ടറും വന്നിരുന്ന വഴി അടയുകയും ചെയ്തു. 2028 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചും കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ട് അവഗണിച്ചും ഉണ്ണികൃഷ്ണൻ കെട്ടിയ കമ്പിവേലി അഴിച്ചുമാറ്റാനും അയൽ കൃഷിഭൂമിയിലേക്കുള്ള വഴി തടസ്സപ്പെടാതിരിക്കാനും നടപടിയുണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൃഷിയും കൃഷിഭൂമിയും വികസനത്തിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ ഉദ്യോഗസ്ഥർ തന്നെ തുരങ്കം വയ്ക്കുകയാണ്. ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഇല്ലാതാകുന്ന ഭൂമി പരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K. കൃഷ്ണൻകുട്ടിയും ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഏക്കർ കണക്കിന് വരുന്ന ഒരുപാട് കർഷകരുടെ കൃഷിഭൂമിയിലേക്ക് കൃഷിക്കാവശ്യമായ വാഹനങ്ങൾ ഇറക്കാനോ കൊയ്ത്ത് യന്ത്രങ്ങൾ ഇറക്കാനോ ആ കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പോകാനോ വാളയാർ കനാലിലെ വെള്ളം, ഈ കാണുന്ന കനാലിലെ വെള്ളമാണ് ഈ കാണുന്ന കൃഷിയിലൂടെ താഴേക്കുള്ള കർഷകർക്ക് പോകേണ്ടത്. അതുപോലും പോകാൻ സമ്മതിക്കാതെ 2 പുകൽ കൃഷി ചെയ്യാൻ കഴിയാതെ തരിശായി കിടക്കുന്ന കർഷകരും ഇതിന് താഴെയുണ്ട്. ഈ കാരണത്താൽ ഈ അനധികൃതമായിട്ടുള്ള പരിവർത്തനം നടത്താൻ, മനഃപൂർവ്വം പരിവർത്തനം നടത്താൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘനം നടത്തി അതിന് കൂട്ടുനിന്നുകൊണ്ട് പൊതുമുതൽ കൊള്ളയടിച്ചവനെ കൂട്ടുനിന്നുകൊണ്ട് ഉള്ള വാളയാർ കനാലിലെ അവർക്ക് കൂട്ടുനിന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
SNDP യോഗം പരുത്തിപ്പുള്ളി ശാഖയുടെ നേതൃത്വത്തിൽ 172 ശ്രീനാരായണ ഗുരുജയന്തിയും ചതയ ദിനാഘോഷവും ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച സമുചിതമായി ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SNDP യോഗം പരുത്തിപ്പുള്ളി ശാഖയുടെ നേതൃത്വത്തിൽ 172 ശ്രീനാരായണ ഗുരുജയന്തി ചതയ ദിനാഘോഷം ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച പരുത്തിപ്പുള്ളി ഗുരുമന്ദിരത്തിലും SM കൺവെൻഷൻ സെന്ററിലും സമുചിതമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹി അറിയിച്ചു. രാവിലെ 10 മണിക്ക് ഗുരുസന്ദേശ പ്രഭാഷണം, 10:30 തിരുവാതിരകളി, കുട്ടികളുടെ കലാപരിപാടികൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ്, ട്രോഫി വിതരണം, 12:30 ഗുരുവിന്റെ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങളുടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ നാരായണീയരുടെയും ഈ മൈക്രോ ഫിനാൻസ് അംഗങ്ങളുടെയും യൂത്ത് മൂവ്മെൻറ്റ് അംഗങ്ങളുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വർഷം കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മഴ നമുക്കൊരു ഇതായിട്ട് മാറില്ല, അത് ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അതും കൂടി മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവും. MS കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ ആ പരിപാടിയിലേക്ക് ആദ്യമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഈ വേളയിൽ കൂടി ക്ഷണിക്കുകയാണ്. അന്ന് ഗുരുദേവൻ്റെ പിറന്നാൾ പ്രസാദ കൂട്ടുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. അതുകൂടാതെ എടുത്തു പറയാവുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വ്യാസൻ അദ്ദേഹമാണ് നമ്മളിവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി ഈ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്നുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ 172 ജന്മദിനാഘോഷത്തിൽ കഥാകൃത്തും എഴുത്തുകാരനായ SP വ്യാസൻ അവർക്കുള്ളാണ് നമ്മുടെ വിശിഷ്ടാതിഥി. അമൃത TV ഡിജിറ്റൽ മീഡിയ ബെസ്റ്റ് സ്പിരിച്വൽ ബ്ലോഗർ എന്ന അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളെ മനുഷ്യ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണം കളറാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലഞ്ചിറ കൈത്തറി ഗ്രാമം. ഓണക്കാലമായതോടെ കൈത്തറി വസ്ത്രങ്ങൾക്ക് പേരുകേട്ട കല്ലഞ്ചിറയിൽ എത്തിയത് ആയിരങ്ങളാണ്. ഓണവിപണിയെ മുൻകൂട്ടി കണ്ട് വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് കല്ലഞ്ചിറ കൈത്തറിയിൽ നെയ്തെടുത്തത്. വസ്ത്രധാരണത്തിലെ ആധുനിക സങ്കല്പങ്ങൾക്ക് ഊടും പാവും നൽകി നെയ്ത്ത് തൊഴിലാളികൾ പ്രദേശത്തെയാകെ വിൽപ്പനശാലകളാക്കിയിരുന്നു. പാലക്കാട്ടെ പെരുവമ്പിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് ഗ്രാമമാണ് കല്ലഞ്ചിറ. പണ്ട് വസ്ത്രം നെയ്യുന്നതിനായി കർണാടകയിൽ നിന്ന് രാജാക്കന്മാർ ക്ഷണിച്ചു കൊണ്ടുവന്നവരുടെ പിൻതലമുറക്കാരാണ് ഇന്നും കല്ലഞ്ചിറയുടെ കൈത്തറി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത്. കല്ലഞ്ചിറയിലെത്തിയാൽ റോഡിന്റെ ഇരുവശവും കൈത്തറി വിൽപ്പനശാലകളാണ്. തറിയുടെ ഈരടിയിൽ ജീവിതത്തിന്റെ ഇഴകൾ ചേർക്കുന്ന തൊഴിലാളികൾക്ക് ഓണക്കാലം സമൃദ്ധിയുടെ നാളുകളാണ്. പാരമ്പര്യത്തിന്റെ ഇഴയെടുപ്പവും വ്യത്യസ്തമായ കൈത്തറി ഉൽപ്പന്നങ്ങളും തേടി നിരവധി പേരാണ് കല്ലഞ്ചിറയിലെത്തുന്നത്. നേരത്തെ പ്രാദേശിക വിൽപ്പന മാത്രമായിരുന്നെങ്കിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി മുഴുവൻ ജില്ലകളിൽ നിന്നും വസ്ത്രം വാങ്ങിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. കല്ലഞ്ചിറയിലെ പാരമ്പര്യ കൈത്തറി വസ്ത്രങ്ങൾ കടൽ കടന്നും പെരുമ നേടുന്നതായി തുണി വ്യാപാരി ഗണേശൻ പറഞ്ഞു. ഓൺലൈൻ വഴിയും വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്. ഓണമുണ്ടിൽ ജാക്കാട്ട് ഡിസൈൻ ഡബിളാണത്രേ ആവശ്യക്കാരേറെ. സാരിയിൽ പ്ലെയിൻ കസവിനും മൈക്രോ ചെക്കിനും ജക്കാട്ട് പട്ടുസാരിക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. കസവ് മുണ്ടിനും സാരിക്കും 1800 രൂപ മുതൽ വില ആരംഭിക്കുന്നു. സാരിയിൽ 15,000 മുതൽ 20,000 കടന്ന് മുന്നോട്ട് പോകുന്ന ഡിസൈനുകളും ലഭ്യമാണ്. പ്രദേശത്തെ നെയ്ത്തുകാരെയും തറയിൽ അവർ വസ്ത്രം നെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും ഗണേശൻ മടിക്കാറില്ല. ഒരു കാലത്ത് 1000-ലേറെ നെയ്ത്ത് തൊഴിലാളികളും നിരവധി തറികളും സജീവമായിരുന്ന പ്രദേശമായിരുന്നു കല്ലഞ്ചിറ. എന്നാൽ ഇന്ന് 100-ൽ താഴെ തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്ന് മുതിർന്ന നെയ്ത്ത് തൊഴിലാളിയായ ഗുരുവായൂരപ്പൻ പറയുന്നു. പുതിയ തലമുറ ഈ തൊഴിലിലേക്ക് എത്താത്തതാണ് പ്രധാന വെല്ലുവിളികൾ. മറ്റൊരു തൊഴിൽ അറിയാത്തതിനാൽ നെയ്ത്ത് ഉപേക്ഷിക്കാനും കഴിയില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. 2 പേർ ചേർന്ന് ഏകദേശം 2 ദിവസം അധ്വാനിച്ചാണ് ഒരു സാരി പൂർത്തിയാക്കുന്നത്. വലിയ അധ്വാനം ആവശ്യമുള്ള ജോലിയാണെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. പരമ്പരാഗതമായിട്ട് തൊഴിൽ നെയ്ത്താണ്. നമ്മുടെ മുത്തശ്ശിൻ്റെ കാലത്തൊക്കെ തുടങ്ങിയതാണ് ഈ പരിപാടി. എനിക്കിപ്പോൾ 60 വയസ്സായി. ഞാൻ 13 വയസ്സിൽ തുടങ്ങിയാണ് ഈ കൈത്തറി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പട്ടിനെ കുറിച്ച് എന്താ പറയുക? പട്ട് നല്ല പട്ടാണ്. കല്ലഞ്ചിറ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല കാലമായിട്ട് എല്ലാ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്, തൊഴിൽ ചെയ്യാൻ ആളില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഒന്നാമത് കൂലിയും പോരാ. അതായത് 500 രൂപ സമ്പാദിക്കാൻ 2 പേര് പാടുപെടണം. ഈ സാധനം ഒരാൾ ഉണ്ടാക്കണം, ഒരാൾ കുത്തി കൊടുക്കണം, ഒരാൾ നെയ്യുമ്പോൾ അങ്ങനെ 2 ആൾ 500 രൂപ സമ്പാദിക്കാൻ 2 ആൾ പാടുപെടണം. അതൊക്കെയാണ് സംഭവം. ഓണത്തിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ സൊസൈറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
നെയ്ത്ത് തൊഴിലാളികൾക്കായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഒരു സൊസൈറ്റി ഇപ്പോൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. അത്തരത്തിലുള്ള സംവിധാനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചാൽ തൊഴിലാളികൾക്ക് കൂടുതൽ സഹായകരമാകുമെന്നാണ് നെയ്ത്തുകാരുടെ പ്രതീക്ഷ. ഓണവിപണിയിൽ കല്ലഞ്ചിറയുടെ കൈത്തറിക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ഈ പാരമ്പര്യം അടുത്ത തലമുറയിലേക്കും കൈമാറണമെങ്കിൽ കൂടുതൽ പിന്തുണയും ഇടപെടലും വേണമെന്നാണ് നെയ്ത്തുകാരുടെ ആവശ്യം. ഓണവിപണിയുടെ തിരക്കിൽ കല്ലഞ്ചിറയിലെ തറികൾ ഇപ്പോൾ കഴിയുന്നത്ര വേഗത്തിലാണ് ചലിക്കുന്നത്. തലമുറകളായി കൈമാറിയ ആ താളം നിലയ്ക്കാതിരിക്കണമെന്നാണ് നെയ്ത്തുകാരുടെ ആഗ്രഹം. ഇവിടെ നോക്കിയാൽ അറിയാം, തിരക്കൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് എപ്പോഴും നമ്മൾ ഇതേപോലെ ഓണത്തിന് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ ഒരു 10-15% വരെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓണ കളക്ഷൻ ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സാരീസൊക്കെ ഇവിടെ ഫുൾ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് എപ്പോൾ ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഏത് വേണമെങ്കിലും ഇവിടെ പർച്ചേസ് ചെയ്യാം. ഇവിടെ നെയ്ത്തേരി ഗ്രാമമാണിത്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം. ഓർഡർ പ്രകാരം നമ്മളിവിടെ അതേപോലെ തന്നെ സൈഡിൽ സ്റ്റിക്കറിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കും മുണ്ടിൽ വർക്കും, അതേപോലെ യൂണിഫോം ഓർഡർ, യൂണിഫോം സാരി, യൂണിഫോം സെറ്റ് മുണ്ടുകൾ, ചുരിദാർ മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡിസ്കൗണ്ടായിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും കൈത്തറി തന്നെ ചെയ്ത് കൊടുക്കും സാർ. ഇവിടെ തന്നെ നെയ്ത് കൊടുക്കുന്ന സാധനമാണ് എല്ലാം. കൈത്തറി നെയ്ത്തൊക്കെ വേണമെന്നില്ലെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നെയ്ത്ത് ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലാളികൾക്കൊപ്പം നിർധനരായ കുടുംബങ്ങൾക്കും ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി മാതൃകയാകാണ് പാലക്കാട് യാക്കരയിലെ ഒരു തട്ടുകടക്കാരൻ. പാലക്കാട് യാക്കര പാലത്തിന് സമീപം പാതയോരത്ത് തട്ടുകട നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ രാജേട്ടനാണ് ഈ സന്മനസ്സിന് ഉടമയായിട്ടുള്ളത്. നിർധനരായ വിശന്നു വരുന്നവർക്ക് 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് ഇദ്ദേഹം ഭക്ഷണം നൽകാറുള്ളത്. നിർധനരായ വിശന്നു വരുന്നവർക്ക് 1 രൂപ പോലും വാങ്ങിക്കാതെ ഭക്ഷണം നൽകാറുണ്ട്. തട്ടുകടയിലെ വനിതാ തൊഴിലാളികളെ ചേർത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ നിർധനരായ അമ്മമാരെ കണ്ടെത്തി അവർക്ക് കൂടി ഓണക്കോടികളും ഓണക്കിറ്റുകളും വിതരണം ചെയ്താണ് ഇത്തവണ രാജേട്ടന്റെ ഓണാഘോഷം. കൂടാതെ അഗതി അനാഥാലയ കേന്ദ്രങ്ങൾക്കും ഭക്ഷണം കൊടുത്തും കൈയഴിച്ച് സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് യാക്കരയിലെ തട്ടുകട നടത്തുന്ന രാജൻ. ചെറിയ ഓലപ്പുരയിലാണ് തട്ടുകട. ജീവകാരുണ്യ പ്രവർത്തനം കൂടിയായതിനാൽ രാജേന്ദ്രന്റെ തട്ടുകടയിൽ എത്താത്ത ഒരാളെയും കാണില്ല. ചുരുങ്ങിയ വിലയിൽ ഭക്ഷണം നൽകാറുണ്ട്. സിനിമാ മേഖലയിലുള്ളവരും ജനപ്രതിനിധികളും മന്ത്രിമാരടക്കം ഇവിടുത്തെ സ്വാദറിഞ്ഞു പോകുന്നുണ്ട്. കടുത്ത വേനലിൽ ഓലഷെഡിന് മുകളിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ച് രാജേന്ദ്രൻ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഓണാഘോഷവും ഓണക്കോടി വിതരണവും NCP ജില്ലാ സെക്രട്ടറിയും മണ്ണൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ SN നജീബ് ഉദ്ഘാടനം ചെയ്തു. രാജേട്ടൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹം ഇന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ കാണുന്ന ചേച്ചിമാരുടെ സ്നേഹസംബന്ധമായിട്ടുള്ള ആ ഒരു നിലനിൽക്കാണ് അദ്ദേഹം ഇന്നും നിലനിൽക്കുന്നത്. എൻ്റെ അറിവിൽ ആരോടും പറയാതെ തന്നെ എൻ്റെ അറിവിൽ രാജേട്ടൻ ചെയ്യുന്ന ഒറ്റണവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും അത് ആ രീതിയിൽ ചെയ്യുന്നതിനും കൃത്യമായി പോകുന്നു. ദൈവത്തിൻ്റെ കടാക്ഷത്താൽ അദ്ദേഹം ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായി. അത് വളരെ സന്തോഷത്തോടെ ഈ ഹോട്ടലിൽ അത്യാവശ്യം സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടന്മാർ ഉൾപ്പെടെ രാഷ്ട്രീയ മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഇവിടേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുള്ള. ജീവകാരുണ്യ പ്രവർത്തകൻ മണ്ണൂർ കുന്നത്ത് അശോകൻ, മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി പത്തിരിപ്പാല എന്നിവർ സംസാരിച്ചു. SAN നജീബ്, അശോകൻ എന്നിവർ ഓണക്കൊടിയും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. രാജൻ നന്ദി പറഞ്ഞു. നമ്മൾ ഒരു ടേബിൾ വെച്ച് ഒരു കട തുടങ്ങിയത്. ഞാൻ തന്നെയായിരുന്നു മുതലാളി, ഞാൻ തന്നെയായിരുന്നു കുക്ക്, ഞാൻ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യും. ഇന്ന് ഇവരിൻ്റെ എല്ലാം സഹകരണത്തോടെ ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ, പിന്നെ ഇവരിൻ്റെ ഒക്കെ സഹകരണം. എന്തൊക്കെ നമ്മൾ ചെയ്തു ഇതുവരെ? നിർധനരായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ടോ? നമ്മൾ അത്യാവശ്യം ചില അനാഥാലയങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, അവർക്ക് വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത് ചെറിയ ലെവലിൽ ഞാൻ ചെയ്യാറുണ്ട്. ഇനിയും ദൈവം അത് കൊടുക്കാൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൃഷി പരിപാലനവും നാടിൻ്റെ സമാധാന പരിപാലനവും ഒരുപോലെ വഴക്കമാണ് ചിറ്റൂർ നല്ലപ്പള്ളി സ്വദേശി R. രാഹുലിന്. പോലീസുകാരനായ രാഹുൽ കർഷകനായതോടെ അറ്റൻഷനിൽ വിരിഞ്ഞത് നൂറുമേനിയുടെ ഓണപ്പൂക്കളായിരുന്നു. പാലക്കാട്ട് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. കർഷക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും കൃഷിയോട് അകലം പാലിച്ചായിരുന്നു രാഹുലിൻ്റെ ജീവിതം. പോലീസ് സേനയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രാഹുൽ മണ്ണിനോട് ചേർത്ത് വയ്ക്കാൻ തുടങ്ങിയത് 2022 മുട്ടിക്കുളങ്ങര ക്യാമ്പിൽ ആരംഭിച്ച പച്ചക്കറി തോട്ടത്തിൻ്റെ ഇൻചാർജ് ലഭിച്ചതോടെയാണ് രാഹുലിനെ കർഷക പാരമ്പര്യം ഉണർന്ന് പ്രവർത്തിച്ചത്. പച്ചക്കറി കൃഷിക്ക് പുറമെ വിവിധ വിളകൾ വിളയിച്ച് വിജയം കൊയ്ത രാഹുൽ നല്ലേപ്പള്ളിയിലെ സ്വന്തമായ 30 സെന്റിൽ പൂക്കൃഷിയും ആരംഭിച്ചു. ക്രമസമാധാന പരിപാലന തിരക്കിനിടയിലും ഹൈബ്രിഡ് ചെണ്ടുമല്ലി നട്ടുപിടിപ്പിച്ച് വിജയം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് രാഹുൽ. ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടുന്ന ഇടവേളകളാണ് കൃഷിപാലനത്തിനായി നീക്കിവെച്ചത്. തൈ വെച്ച് പിടിപ്പിക്കൽ മുതൽ മണ്ണ് കൂട്ടലും വളമിടലും വിളവെടുക്കലും വരെ തനിയെ ചെയ്യുകയായിരുന്നു. വിപണിയിൽ
250 രൂപ 300 രൂപ വിലയുള്ള പൂവിന് രാഹുൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും പാതി വിലയ്ക്കാണ് നൽകാറ്. രാഹുലിന്റെ പിന്തുണയുമായി മാഞ്ചിറ LP സ്കൂളിലെ ടീച്ചർ, ഭാര്യ ശിശിരയും മക്കളായ ഹൃതികയും സ്വതികയും അച്ഛനൊപ്പമുണ്ട്. അപ്പോൾ ഞാനൊരു മനസ്സിൽ തോന്നിയത് പൂക്കൃഷി നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ആലോചന മുൻ വർഷങ്ങളിലൊന്ന് ചെറിയ രീതിയിൽ ചെയ്തിരുന്നു. ഇന്ന് വിപുലമായി ചെയ്യാവുന്ന രീതിയിൽ. എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള വില വർധനവ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ തുടങ്ങാൻ. പിന്നെ ചെടികൾ, കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഐശ്വര്യത്തോടുള്ളതാണ്. അതൊരു കൃഷിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിയാണ് ഇതിൽ വന്നത്. നെൽകൃഷി ചെയ്യുന്ന പാടമാണ്, അതിനെ മാറ്റി പ്രാവശ്യം ഒരു ചെണ്ടുമല്ലി കൃഷി തോട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തന്നെ അതിശയത്തോടുന്ന രീതിയിൽ തന്നെയാണ് നല്ല രീതിയിലാണ് കൃഷി കിട്ടിയിട്ടുള്ളത്. അത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും പരിസരത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ, അതിനെ അറിയുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹത്തോടുകൂടി തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ്. അത് വിജയിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവോണത്തെ വരവേറ്റ നാട്, നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഏവർക്കും STVയുടെ തിരുവോണാശംസകൾ. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്രയാണ് ഓണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നത് ഓണമാണെന്നും മന്ത്രി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മന്ത്രി KA തുളസി. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മികച്ച ഗുണമേന്മയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനായി എന്നും മന്ത്രി. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.